കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് വളരെ കൃത്യമായി നിരീക്ഷിക്കുന്ന എല്ലാവരും വളരെ സാഗൂതം വീക്ഷിച്ച ഒരു പത്രസമ്മേളനമാണ് ഇന്നലെ ഗോവിന്ദൻ മാസ്റ്ററുടെ പത്രസമ്മേളനം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 2010 ബാക്കി ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും 1995 ശേഷം CPM-നോ LDF ഇത്തരത്തിലുള്ള തിരിച്ചടി നേരിട്ടിട്ടില്ല. ഇതിനേക്കാൾ വലിയ തിരിച്ചടി എന്ന് പറയുന്നത് 2010 മാത്രമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ളൊരു തിരിച്ചടി നേരിട്ടതിനെ എങ്ങനെയാണ് പാർട്ടി വിലയിരുത്തുക എന്നറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൃത്യമായി നോക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ 1 മണിക്കൂറിലധികം വരുന്ന പത്രസമ്മേളനമാണ്. അതുകൊണ്ട് എല്ലാവർക്കും അത് മുഴുവനായും കാണാൻ പറ്റിയില്ലെങ്കിൽ അതിൻ്റെ രക്തചുരുക്കമാണ് ഞാനിവിടെ പറയുന്നത്. അതിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്ന്, LDF-നും CPM-നും ഒക്കെ ഒരു ആത്മവിശ്വാസം വന്നിരിക്കുന്നു. അടുത്ത തവണ വീണ്ടും 2026-ലും ഭരണ തുടർച്ച ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല എന്നുള്ളത് ഒന്ന്. രണ്ടാമത്തെ പാർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഇതുവരെ ഉള്ള ആ ഗ്യാപ്പിനിടയ്ക്ക് ഒരു 4-5 മാസത്തേക്കുള്ള പ്രചരണം എന്തായിരിക്കും, CPM തീരുമാനിച്ചിട്ടുള്ള അജണ്ട എന്തായിരിക്കും എന്നുള്ളത് കൂടി ആ പത്രസമ്മേളനത്തിൽ അത് ഗംഭീരമായി പറഞ്ഞു വെക്കുകയാണ് ഗോവിന്ദൻ മാസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഭാഗമെന്ന് പറയുന്നത് LDF-ന് നേരത്തെ തന്നെ ഞാൻ ഈ കണക്കുകൾ പറഞ്ഞിരുന്നതാണ്. പക്ഷേ ഞാൻ പറഞ്ഞ കണക്കുകളിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കുഴപ്പം, LDF പിന്താങ്ങിയിട്ടുള്ള സ്വതന്ത്രരുടെ വോട്ടുകൾ കൂടി കണ്ടെത്താൻ നമുക്ക് കഴിയില്ല. കാരണം അത് വലിയ നമ്പറാണ്, ആയിരക്കണക്കിന് ആളുകൾ അതുപോലെ മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കണ്ടെത്താൻ കഴിയാത്തത് കൊണ്ട് നമ്മൾ ഏതാണ്ട് 3% വരുന്ന വർധനയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പും ഇത്തവണ നടന്നിട്ടുള്ള തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും തമ്മിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അതല്ല, ഏതാണ്ട് 6% വർധന ഉണ്ടായിരിക്കുന്നു. 6.13% വർധന ഉണ്ടായിരിക്കുന്നു. അതിൽ LDF-ന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഗോവിന്ദൻ മാസ്റ്റർ പറയുന്ന കണക്കാണ് ഞാൻ പറയുന്നത്. 33.6% വോട്ടുകളാണ് കിട്ടിയത്. പക്ഷെ അത് ഇപ്പോൾ ലോക്കൽ ബോഡിയിലേക്ക് വന്നപ്പോൾ 39.73% കൂടിയിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ 6.13% വോട്ടുകൾ കൂടിയിരിക്കുന്നു എന്നുള്ളതാണ്. വോട്ടുകളുടെ കണക്ക് പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ LDF-ന് കിട്ടിയത് 66,65,370 വോട്ടുകളാണെങ്കിൽ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിലേക്ക്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ 84,185 വരുന്ന വോട്ടുകൾ കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്നെടുത്ത് പറഞ്ഞാൽ ഏതാണ്ട് CPM-നും LDF-നും കിട്ടിയിട്ടുള്ള ടോട്ടൽ വോട്ടുകൾ ഏതാണ്ട് 94-95 ലക്ഷം വോട്ടുകളാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഒരു 11 ലക്ഷത്തോളം വോട്ടുകളുടെ വ്യത്യാസമാണ് അതുമായിട്ട് ഇപ്പോഴുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഗോവിന്ദൻ മാഷ് പറഞ്ഞേക്കുന്നത് ഈ പറയുന്ന 17,35,175 വോട്ടുകളുടെ വർധനവ് ഞങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിനും ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിനും ഇടയ്ക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിരിക്കുന്നുവെന്നും, കൂടാതെ ഏതാണ്ട് 60 വരുന്ന മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് ലീഡ് നേടാൻ കഴിഞ്ഞിരിക്കുന്നുവെന്നും, എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി കമ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ NDAക്ക് 31 ലക്ഷം വോട്ടുകൾ, അതായത് അവരുടെ ഏതാണ്ട് 7 ലക്ഷത്തോളം വോട്ടുകൾ കുറയുകയും അതേപോലെ തന്നെ ലോക്സഭയിലേക്ക് ഉണ്ടായിരുന്ന 90 ലക്ഷം വോട്ടുകൾ നിലനിർത്താൻ UDF-ന് കഴിയാതിരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിൽ വോട്ട് വർദ്ധിപ്പിച്ച ഒരു പാർട്ടിയാണ് CPM എന്നും അല്ലെങ്കിൽ LDF എന്നുമാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത്, അദ്ദേഹം പറയുന്നത് ഈ 60 വരുന്ന നിയോജക മണ്ഡലങ്ങളിൽ മാത്രമേ ലീഡ് നേടാൻ കഴിഞ്ഞുള്ളൂ, ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ലീഡ് നേടാൻ പറ്റാത്തതിൻ്റെ കാര്യങ്ങൾ പ്രാദേശിക പ്രശ്നങ്ങളാണെന്നും, രണ്ടാമത്തേത് സോഷ്യൽ മീഡിയകൾ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള കള്ളപ്രചാര വേലകളാണെന്നും, മൂന്നാമത്തേത് UDF-ഉം അതുപോലെ തന്നെ BJP നടത്തിയിട്ടുള്ള വർഗീയ പ്രചാരണങ്ങളാണെന്നും, വലിയ മാധ്യമ ശൃംഖല ഇടതുപക്ഷ വിരുദ്ധത പ്രചരിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിനെല്ലാം മറികടക്കാൻ, അതെല്ലാം ഉണ്ടായിട്ട് പോലും ഇത്ര വലിയ വോട്ട് വർധന ലോക്സഭയുമായി കമ്പയർ ചെയ്ത് ഞങ്ങൾക്ക് ഉണ്ടായി എന്നാണ് പറഞ്ഞേക്കുന്നത്. കൂടാതെ അദ്ദേഹം പറഞ്ഞേക്കുന്നത് സംസ്ഥാന സർക്കാരിനെ കുറിച്ച് വളരെ നല്ല അഭിപ്രായം തന്നെയാണ്. പക്ഷേ പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറയുന്നത് വിശ്വാസികളെ ഉപയോഗിച്ച് BJP വർഗീയ പ്രചരണം നടത്തുമ്പോൾ IUML-നെയും IUML-നെ അതായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനെ ഉപയോഗിച്ചുകൊണ്ട് SDP-യെയും ജമാഅത്തെയും കൊണ്ട് തന്നെ കളവ് പറയിപ്പിച്ചും വർഗീയ ശക്തികളെ ഒപ്പം നിർത്തിയുമാണ് UDF ഇത് നേടിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിൽ അദ്ദേഹം ഗംഭീരമായിട്ടുള്ള ഒരു അവതരണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് സമ്മതിക്കുക വേണം. കാരണം അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP 41 സീറ്റുകളിൽ BJP വിജയിക്കുമ്പോൾ അവിടെ UDF 3-ാം സ്ഥാനത്താണെന്നും, അതായത് UDF-ന്റെ വോട്ടുകൾ BJPക്ക് കൈമാറിയിട്ടുണ്ട് എന്നുള്ളതുമാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ഇത് ഒരു സ്ഥലത്ത് മാത്രമല്ല, കേരളത്തിൽ ഉടനീളം കാണാമെന്നും, കൂടാതെ നഗരമേഖലകളിൽ സംഘടനകൾക്ക് ചില തരത്തിലുള്ള ദൗർബല്യങ്ങളുണ്ട് എന്നുള്ളതുമാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൽ BJP 2020-ൽ 15.56% വോട്ടാണ് കിട്ടിയത്. അത് ഈ 2025-ലേക്ക് വന്നപ്പോൾ 16.06% വോട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ വളരെ ചെറിയൊരു പെർസെൻറ്റേജാണ് നേടിയിട്ടുള്ളത് എന്നാണ് അദ്ദേഹം ആദ്യഘട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത്. ഇതിന് ശേഷമുള്ള 20 മിനിറ്റുകളാണ് അതിഗംഭീരമായിട്ടുള്ള ഒരു നരേറ്റീവ്. യഥാർത്ഥത്തിൽ സാധാരണ പിണറായി വിജയനൊക്കെ
പത്രസമ്മേളനം നടത്തുന്നതിൻ്റെ ഒരു സൂക്ഷ്മതയോടുകൂടി ഗോവിന്ദൻ മാസ്റ്റർ പത്രസമ്മേളനം നടത്തിയിട്ടുള്ളത്. അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഇതാണ്. അതിനുശേഷം ഞാൻ അതിൻ്റെ ഉദാഹരണങ്ങൾ പറയാം. വാർഡ് തലം മുതൽ പ്രവർത്തക സമിതി അംഗം വരെയുള്ള ആളുകൾ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം, വാർഡ് തലത്തിലുള്ള മെമ്പർമാർ മുതൽ പ്രവർത്തക സമിതി അംഗം വരെയുള്ള ആളുകളെ സംബന്ധിക്കെല്ലാം തന്നെ ബി ജെ പിയിലേക്ക് പോകാൻ ഒരു മടിയുമില്ലാത്ത, ബി ജെ പി പുകഴ്ത്താൻ മടിയില്ലാത്ത ആളുകളായി യു ഡി എഫും അതുപോലെ തന്നെ കോൺഗ്രസും ഒക്കെ മാറിയിരിക്കുന്നു എന്നുള്ളതാണ്, പ്രത്യേകിച്ചും കോൺഗ്രസ് മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട വാചകം എന്ന് പറയുന്നത് മറ്റത്തൂരിലെ, അതായത് തൃശ്ശൂരിലെ മറ്റത്തൂരിലെ ഉണ്ടായിട്ടുള്ള പ്രശ്നത്തെക്കുറിച്ചാണ്. അവിടെ നമുക്കറിയാമല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തതാണ്, യു ഡി എഫിന് 8 മെമ്പർമാരുണ്ടായിരുന്നു, അതിൽ കോൺഗ്രസിനാണ് 8 പേരും, അതിൽ എൽ ഡി എഫ് 10 ഇൻഡിപെൻഡൻറ്റ് 2 ബി ജെ പി 4 എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ഏറ്റവും കൂടുതൽ അംഗസംഖ്യയുള്ളത് എൽ ഡി എഫിനാണ്. അപ്പോൾ എൽ ഡി എഫ് അവിടെ ഭരിക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഭരിക്കാതിരിക്കാൻ വേണ്ടി 4 പേരുള്ള ബി ജെ പിയിലേക്ക്, അതായത് പ്രത്യേക ശ്രദ്ധിച്ചുകൾ കേൾക്കണം, 4 പേരുള്ള ബി ജെ പിയിലേക്ക് 8 പേരുള്ള കോൺഗ്രസ് യു ഡി എഫ് അംഗങ്ങൾ ഒരുമിച്ച് ചേരുകയും ഒരു യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് പിരിഞ്ഞു പോയിട്ടുള്ള ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരാളെ അവിടെ പ്രസിഡൻ്റ് ആക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ബി ജെ പിയിലേക്ക് ചാടാൻ അവർക്ക് മടിയില്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ആ പറഞ്ഞേക്കുന്നതിനോടൊപ്പം അദ്ദേഹം വളരെ അതിഗംഭീരമായി ചേർത്ത് വെക്കുന്ന ഒരു കാര്യം, അത് ശരിയാണോ ഇല്ല എന്നൊക്കെയുള്ള നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം, പക്ഷേ ചേർത്ത് വെക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സുരേന്ദ്രൻ പണ്ട് പറഞ്ഞത് ഓർക്കുണ്ടാവും, 40 സീറ്റുകൾ കിട്ടിയാൽ ഭരിക്കുമെന്നാണ്. അപ്പോൾ പത്രപ്രവർത്തകർ അദ്ദേഹത്തെ തിരുത്തുന്നുണ്ട്, മാധ്യമപ്രവർത്തകർ തിരുത്തുന്നുണ്ട്, 40 അല്ല 35 35 40 കിട്ടിയാൽ അത് ഭരിക്കാം എന്ന് പറഞ്ഞത് എങ്ങനെയാണ്? 35 സീറ്റുകൾ കിട്ടിയാൽ ഭരിക്കാമെന്ന് പറഞ്ഞതിൻ്റെ ഉദാഹരണം ഇതാണ്. ബാക്കിയുള്ള സീറ്റുകൾ ഇതുപോലെ യു ഡി എഫിൽ നിന്ന് വന്നോളും എന്ന് വിചാരിച്ചിട്ടാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതുകൂടാതെ അദ്ദേഹം പറയുന്നത്, ഇത് മറ്റത്തൂരിലൊരു സാധ്യത തന്നെയാണ്. ഈ പറയുന്ന കഴിഞ്ഞ തവണ നിയമസഭാ 2021 തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ പരീക്ഷിക്കാൻ ഇവർ ഒരുമ്പെട്ടത് എന്ന് പറഞ്ഞ് തുടങ്ങുകയാണ് അദ്ദേഹം ചെയ്തേക്കുന്നത്. രണ്ടാമത്, തൃശ്ശൂർ ജില്ലയിലെ തന്നെ ചൊവ്വന്നൂർ എന്ന് പറയുന്ന സ്ഥലം, അവിടെ വലിയ കക്ഷിയായിരുന്നത് എൽ ഡി എഫ് ആണ്. പക്ഷെ അവിടെ SDPI പിന്തുണയോടുകൂടി യു ഡി എഫ് ഭരിക്കുന്നതാണ് കാണുന്നത് എന്നുള്ളതാണ്. അതുപോലെ ആലപ്പുഴയിലെ വിലയപുരം പഞ്ചായത്തിലും ബി ജെ പി വോട്ടുകൾ, അവിടെ ബി ജെ പിയുടെ അംഗങ്ങൾ ആ വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചു. അങ്ങനെ ബഹിഷ്കരിക്കുന്നത് കൊണ്ട് അവിടെ യു ഡി എഫ് അധികാരത്തിലേക്ക് എത്തുന്ന കാര്യമുണ്ടായി എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. കൂടാതെ അദ്ദേഹം പറയുന്നത്, ഇത് കേരളത്തിലെ മാത്രം പ്രവണതയല്ല എന്നാണ് അദ്ദേഹം അടുത്തതായി പറയുന്നത്. അതിന് അദ്ദേഹം പറയുന്ന ഒരു കാര്യം, ദിഗ്വിജയ് സിംഗ് RSS സംഘടന എത്ര ഗംഭീരമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പോസ്റ്റ് ഇടുകയുണ്ടായി. ആ പോസ്റ്റിനെയാണ് അദ്ദേഹം പറയുന്നത്, കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗവും വലിയ തലമുതിർന്ന നേതാവുമായിട്ടുള്ള ദിഗ്വിജയ് സിംഗ് LK അദ്വാനി കസേരയിലിരിക്കുന്നതും നരേന്ദ്രമോദി തറയിലിരിക്കുന്നതും കണ്ട് ആ തറയിലിരിക്കുന്നയാളെ പോലും പിന്നെ പ്രധാനമന്ത്രിയായി മാറി എന്നൊക്കെ പറഞ്ഞ് ഊറ്റം കൊള്ളുന്നതിന് ദിഗ്വിജയ് സിംഗിനൊക്കെ ആവേശമുണർത്തുന്നത് എങ്ങനെയാണ് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗം എന്നാണ് ചോദിക്കുന്നത്. കൂടാതെ പ്രവർത്തക സമിതി അംഗമായിട്ടുള്ള ശശി തരൂർ വലിയ തോതിൽ ബി ജെ പിയെ പുകഴ്ത്തിക്കൊണ്ടിരിക്കുന്നതും എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ, ആശയപരമായി ഇവരെല്ലാം തന്നെ ഏതാണ്ട് ഒരേ തലങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. മറ്റത്തൂരിലെ വാർഡ് മെമ്പർമാർ മുതൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന പ്രവർത്തക സമിതി അംഗങ്ങൾ വരെ എന്നുള്ളതാണ്. കൂടാതെ അദ്ദേഹം പറയുന്ന വലിയ പ്രധാനപ്പെട്ട വാചകം എന്ന് പറയുന്നത്, ഇന്ത്യ മുഴുവൻ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ബി ജെ പി ആയിട്ട് മാത്രമല്ല SDPI ആയിട്ട് കൂടി യു ഡി എഫ് ബന്ധമുണ്ടാക്കുന്നു എന്നാണ്. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു വരുന്നത്, നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായത് തറയിലിരുന്നിട്ടല്ല, പകരം ഗുജറാത്തിൽ നടത്തിയിട്ടുള്ള കലാപത്തെ തുടർന്നാണ്. ആ കലാപം നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഇന്ത്യ മുഴുവൻ പടർത്തിയത് കൊണ്ടാണ് എന്നുള്ളതാണ് വലിയ തോതിൽ അദ്ദേഹം ആരോപണമായി ഉന്നയിക്കുന്നത്. അതിന് അദ്ദേഹം പറയുന്ന അടുത്ത വാചകം പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കേണ്ടതാണ്. മതനിരപേക്ഷ സമൂഹം നിലനിൽക്കുന്ന, ജാതി വർഗീയ ശക്തികൾ സ്വാധീനം ചെലുത്താൻ വേണ്ടി ശ്രമിക്കുന്ന, നേരത്തെ മുതൽ അത്തരത്തിലുള്ള ജാതി വർഗീയ ശക്തികളൊക്കെ ശ്രമിക്കുന്ന ഒരു സ്ഥലം തന്നെയാണ് കേരളം എന്ന് പറയുന്നത്. പക്ഷേ അവർ മുമ്പേ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഇപ്പോൾ അവർക്കെല്ലാം തന്നെ കൂടുതൽ സ്വീകാര്യത വരുന്നുണ്ട്. ഈ സ്വീകാര്യതയെല്ലാം തന്നെ കേരളത്തെ ഇല്ലായ്മ ചെയ്യും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ കൃത്യമായി കേരളത്തെ ഒരു വർഗീയതയുടെ വിളനിലമാക്കി മാറ്റുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തെ വീണ്ടെടുക്കേണ്ടതുണ്ട്. വലിയ തോതിലുള്ള മതനിരപേക്ഷ സമൂഹം ആ കേരളത്തെ വീണ്ടെടുക്കാൻ തങ്ങളോടൊപ്പം നിൽക്കണം എന്ന് പറയുന്ന ഒരാഹ്വാനമാണ് അദ്ദേഹം ചെയ്യുന്നത്. അതുകൂടാതെ അദ്ദേഹം പറയുന്നത്, കേരളത്തിൻ്റെ ഈ മതനിരപേക്ഷത അടിത്തറയെ തകർക്കുന്ന പ്രചാരണമാണ് സോഷ്യൽ മീഡിയയിലൂടെ ബി ജെ പിയും യു ഡി എഫും ഒരുപോലെ നടത്തുന്നത്. ബി ജെ പി വർഗീയത നേരിട്ട് പറയുമ്പോൾ വിശ്വാസത്തെ രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗിച്ചുകൊണ്ട്, അതായത് വർഗീയമായിട്ടുള്ള പ്രചരണത്തിന് തന്നെ യു ഡി എഫ് കൂടി മുന്നോട്ട് വെക്കുന്നു എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ ബി ജെ പി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയത്തെ യു ഡി എഫ് സ്വീകരിക്കുന്നത് വളരെ തോതിൽ കേരളത്തെ തന്നെ ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയാണ് എന്നുള്ളതാണ് അദ്ദേഹം സ്വന്തം ഈ പറഞ്ഞ വാർത്താ സമ്മേളനത്തിൽ കൃത്യമായിട്ടുള്ള
നരേറ്റീവിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഇത് കോൺഗ്രസിലെ അണികളിൽ തന്നെ വലിയ തോതിലുള്ള പ്രതികൂലാവസ്ഥ സൃഷ്ടിച്ചുവെന്നും അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലുള്ള താഴേക്കിടയിലുള്ള മെമ്പർമാർക്ക് ചാട്ടം ചാടാൻ തൊട്ടപ്പുറത്ത് BJPയോടൊപ്പം കൂട്ടുകൂടാൻ വലിയ ബുദ്ധിമുട്ടില്ലാത്തത് എന്നുള്ളത് കൂടി പറഞ്ഞു നോക്കുന്നു. ഇനി ഇതിൻ്റെ ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകം എന്ന് പറയുന്നത്, വാളയാറിൽ ഛത്തീസ്ഗഡ് സ്വദേശിയായിട്ടുള്ള ഒരാളെ ബംഗ്ലാദേശിൽ നിന്ന് വന്ന ഒരാൾ എന്ന് കരുതി RSSകാരൊക്കെ കൂടി തല്ലിക്കൊന്നു എന്നുള്ളതാണ്. ആ RSSകാരൊക്കെ കൂടി തല്ലിക്കൊന്നു. പക്ഷെ ആ തല്ലിക്കൊന്നതിന് ശേഷം ഈ RSSകാർ കൊന്നു എന്ന് പറയാൻ VD സതീശൻ മടി കാണിക്കുകയും പക്ഷേ കൊന്നതാര് എന്നതല്ല പ്രശ്നം, പകരം പ്രതിയെ പിടികൂടാനായിട്ട് ഗവൺമെൻറ് തയ്യാറാക്കണമെന്ന് പറയുകയാണ് ചെയ്തിട്ടുള്ളത്. എന്ത് തരം നിലപാടാണിത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഇനി ഏറ്റവും ഒടുവിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, MLA ഓഫീസ് മാറിക്കൊടുക്കണമെന്ന് പറഞ്ഞ് VK പ്രശാന്തിൻ്റെ ഓഫീസിൽ ശ്രീകല വന്നിട്ടുണ്ടാക്കിയ പ്രശ്നം നമുക്കറിയാം. IPSകാരിയായിട്ടുള്ള ഇത്തവണ കൗൺസിൽ ഇലക്ഷൻ മത്സരിച്ച് ജയിച്ചിട്ടുള്ള ഈ പറയുന്ന പോലെ ശ്രീലേഖ വന്നിട്ടുണ്ടാക്കിയ പ്രശ്നം നമുക്കറിയാം. ശ്രീകല എന്നല്ല, ശ്രീലേഖ. അപ്പോൾ അവരുടെ ആ പ്രശ്നത്തിൽ പോലും K മുരളീധരനും അതുപോലെ തന്നെ ആളുകളുമൊക്കെ തന്നെ അവർക്കൊപ്പം നിൽക്കുന്ന ഒരു പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ UDFും അതുപോലെ തന്നെ BJPയും തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്നുള്ളത് അതിഗംഭീരമായി ഒരു നരേറ്റീവ് പറഞ്ഞു വെക്കുകയാണ് ഇന്നലത്തെ പത്രസമ്മേളനത്തിൽ യഥാർത്ഥത്തിൽ ഈ പറയുന്ന നമ്മുടെ ഗോവിന്ദൻ മാസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് പറയാതെ വയ്യ. ആ ചോദ്യങ്ങൾക്കൊക്കെ തന്നെ മറുപടി പറയാൻ കൃത്യമായിട്ട് UDFും അതുപോലെ BJPക്കും ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും. കൂടാതെ സ്വന്തം അണികളിലേക്ക് കൃത്യമായിട്ടുള്ള ഒരു ആശയപ്രചരണത്തിനുള്ള വളരെ മെറ്റിക്കുലസായ വളരെ കൃത്യമായിട്ടുള്ള ഒരു നരേറ്റീവ് ബിൽഡ് ചെയ്യുകയാണ് ഗോവിന്ദൻ മാസ്റ്ററുടെ പത്രസമ്മേളനത്തിലൂടെ അതിഗംഭീരമായി ചെയ്തിട്ടുള്ളത്.